ഹലോ ഡിസൈനേഴ്സ്, മെക്കേഡേന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ ഒരു 4 ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെട്ടത്. ആദ്യം ലൈൻ, പോളി ലൈൻ, സർക്കിൾ, ആർക്ക്, പിന്നെ കുറച്ച് ഡ്രോയിങ് ഷീറ്റിനെ കുറിച്ചും പിന്നെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ള ടൂൾസിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് റെക്ടാങ്കിൾ. ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു 2 പോയിന്റ് റെക്ടാങ്കിൾ. അപ്പൊ നമുക്ക് ആകെ വേണ്ടത് എന്താ, 2 പോയിന്റ് ആണ് നമുക്ക് ഇതിൽ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു പോയിന്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം എത്രയാണോ നമുക്ക് ഡിസ്റ്റൻസ് വേണ്ടെന്ന് നോക്കാം, എത്ര വിഡ്ത്തിലാണ് വേണ്ടെന്ന് നോക്കാം, എന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യും. നമുക്കൊരു റെക്ടാങ്കിൾ അവിടെ കിട്ടും. ഈ റെക്ടാങ്കിള് മോഡിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഹൈറ്റ് എല്ലാം വേരി ചെയ്യാം, കൂട്ടുക കുറയ്ക്കുക, എന്താ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് ഇപ്പോ ഡ്രോയിങ്സ് വരച്ച് തുടങ്ങുമ്പോൾ നമുക്ക് റെക്ടാങ്കിൾ ടൂള് നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഇതിന്റെ യൂസേജും കാര്യങ്ങളെല്ലാം നമുക്കൊന്നും കൂടെ മനസ്സിലാവും. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോ ലൈൻ ടൂൾ യൂസ് ചെയ്ത് വരയ്ക്കും, എന്തുകൊണ്ടാണ് നമ്മൾ റെക്ടാങ്കിൾ. അപ്പൊ നമ്മൾ ലൈൻ ടൂൾ യൂസ് ചെയ്ത് വരയ്ക്കണമെങ്കിൽ നമ്മൾ 4 ലൈൻസ് വന്നിട്ട് ജോയിൻ ചെയ്ത് റെക്ടാങ്കിൾ ആക്കും. റെക്ടാങ്കിൾ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഡിസ്റ്റൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് തന്നെ മോഡിഫൈ ചെയ്യാനും പറ്റും. അപ്പൊ നമുക്കത് വരുന്ന വീഡിയോകൾ നമുക്ക് പഠിക്കാം. ഇനി ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പോളിഗൺ. അപ്പോ ഈ പോളിഗൺ എന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സൈഡ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മൾ പോളിഗൺസിന്റെ നെയിം മാറിക്കൊണ്ടിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 സൈഡുള്ള ഒരു പോളിഗൺ നമ്മൾ എന്ത് പറയും, ട്രയാങ്കിൾ എന്ന് പറയും. അപ്പൊ 4 സൈഡ് ആകുമ്പോൾ റെക്ടാങ്കിൾ ആവും, 5 സൈഡ് ആകുമ്പോൾ പെന്റഗൺ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ സൈഡ്സിന്റെ എണ്ണം കൂടുന്തോറും നമ്മുടെ പോളിഗന്റെ നെയിം മാറിക്കൊണ്ടിരിക്കും. സോ ഇതിനകത്ത് 2 ടൈപ്പ് ഓഫ് പോളിഗൺ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മള് എന്താണ് 2 ടൈപ്പ് ഓഫ് പോളിഗൺ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് ആദ്യം ഒരു സർക്കിൾ വരച്ച് ഞാൻ പറഞ്ഞുതരാം എന്താണ് ആ 2 ഡിഫറൻസ് എന്ന്. ഞാൻ ആദ്യം ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് ഞാൻ പോളിഗൺ എടുക്കാം. അപ്പൊ പോളിഗൺ എടുത്തപ്പോൾ തന്നെ ആദ്യം ചോദിക്കുന്ന എൻ്റർ നമ്പർ ഓഫ് സൈഡ്സ്, എത്ര സൈഡിലുള്ള പോളിഗൺ ആണ് നമുക്ക് വേണ്ടതെന്ന്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താ, ജസ്റ്റ് ഒരു പെന്റഗൺ വരയ്ക്കും. അപ്പൊ ഞാൻ ഒരു 5 സൈഡ് കൊടുക്കും. പിന്നെ അതിന്റെ സെന്റർ പോയിന്റ് സ്പെസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ വരച്ചിരിക്കുന്ന ഈ സർക്കിളിന്റെ സെന്റർ പോയിന്റ് ആണ് ഞാൻ സെന്റർ ആക്കി കൊടുക്കുന്നത്. പിന്നെ അതിനകത്ത് ചോദിച്ചിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഇൻസ്ക്രിപ്റ്റഡ് ഇൻ സർക്കിൾ ആണോ, അല്ല സർക്കംസ്ക്രിപ്റ്റഡ് അബൌട്ട് സർക്കിൾ ആണോ. സോ ആ ഡിഫറൻസ് പറയാനാണ് ഞാൻ നിങ്ങൾക്ക് ഒരു സർക്കിൾ വരച്ച് കാണിച്ചത്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താ, ആദ്യം ഇൻസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പെന്റഗൺ വരയ്ക്കും. ഞാൻ ജസ്റ്റ് ഐ എന്ന് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് എൻ്റർ കൊടുക്കും. ഇൻസ്ക്രിപ്റ്റഡ് എന്ന് പറയുന്ന ഒരു പെന്റഗൺ വരയ്ക്കുമ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഈ സർക്കിളിന്റെ അകത്തായിരിക്കും ഈ പെന്റഗൺ നമ്മൾ വരയ്ക്കുന്നത്. സോ ഇതാണ് ഇൻസ്ക്രിപ്റ്റഡ് പെന്റഗൺ എന്ന് പറയുന്നത്, ഇൻസ്ക്രിപ്റ്റഡ് പോളിഗൺ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു മെത്തേഡ് ഉണ്ടല്ലോ, സർക്കംസ്ക്രിപ്റ്റ്. അതൊന്നും നമുക്ക് വരച്ചു നോക്കാം. നമ്മൾ വീണ്ടും 5 തന്നെ കൊടുക്കുന്നു. സൈഡ് സെന്റർ പോയിന്റ് വീണ്ടും ഇത് തന്നെയാണ് സെന്റർ പോയിന്റ് കൊടുക്കുന്നത്. പിന്നെ നമ്മള് സർക്കംസ്ക്രിപ്റ്റ് ആണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ C കൊടുക്കും, എന്നിട്ട് എൻ്റർ അടിക്കും. അപ്പൊ നമ്മൾ സർക്കംസ്ക്രിപ്റ്റ്. സോ ഇതാണ് ഡിഫറൻസ്. നമുക്ക് സർക്കംസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് അകത്തും വരയ്ക്കാം. അതേപോലെ തന്നെ ഇൻസ്ക്രിപ്റ്റ് പോളിഗൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സർക്കിളിന്റെ പുറത്തോട്ടും വരയ്ക്കാൻ പറ്റും. സോ അത് വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് എലിപ്സ് ആണ്. സോ ഫസ്റ്റ് സെന്റർ ആണ്, സെന്റർ ഇൻ എലിപ്സ് ആണ്. നമ്മൾ ആദ്യം ഒരു പോയിന്റ് സെലക്ട് ചെയ്തു, അതിനുശേഷം രണ്ടാമതൊരു പോയിന്റ് സെലക്ട് ചെയ്തു. സോ നമുക്കറിയാം റേഡിയസ് ആണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്തത്. ഒരു സെന്റർ പോയിന്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു റേഡിയസ് എടുത്തു. അതിനുശേഷം എത്രയാണ് ഹൈറ്റ് വേണ്ടത് നോക്കുക, ആ ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എലിപ്സ് കിട്ടും. ഇതാണ് സെന്റർ എലിപ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കൊടുത്തിരിക്കുന്ന ആക്സ് എൻഡ് എലിപ്സ് ആണ്. ഇതിനകത്ത് എന്താ വെച്ചാൽ ആദ്യം ഒരു പോയിന്റ് കൊടുത്തു, രണ്ടാമതൊരു പോയിന്റ് കൊടുത്തു. ഇത് ടോട്ടലായിട്ട് ഡയമീറ്റർ ആണ് എടുക്കുന്നത്. സോ ഡയമീറ്റർ വെച്ച് വരയ്ക്കുന്ന ഒരു എലിപ്സ് ആണ് ഈ ഒരു എലിപ്സ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ സെയിം ആയിട്ടൊരു ഹൈറ്റ് കൊടുക്കും. ഏകദേശം രണ്ടും സിമിലർ ആണ്. ഡയമീറ്റർ തന്നിട്ട് നമ്മൾ എലിപ്സ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ സെന്റർ എലിപ്സ് യൂസ് ചെയ്യും, രണ്ടാമത്തെ എലിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ആക്സിന്റെ എലിപ്സ് രണ്ടാമത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നോക്കാനുള്ള എലിപ്റ്റിക്കൽ ആർക്കാണ്. ഇതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒരു ആർക്കാണ്. നമ്മളിപ്പോ ഒരു എലിപ്സ് വരച്ചു, ഓക്കെ, ഒരു എലിപ്സ് വരച്ചു. നമുക്കിപ്പോ ഒരു 180 ഡിഗ്രിക്കുള്ള എലിപ്സ് മതിയെങ്കിൽ നമുക്കിങ്ങനെ ജസ്റ്റ് 180 ഡിഗ്രിയുള്ള ഒരു ആർക്ക് ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ ഡിസൈൻസ് വരയ്ക്കുമ്പോൾ ഈ ഓരോ ഡ്രോയിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് മനസ്സിലാവും ഇതിന്റെ യൂസേജ് എങ്ങനെയാണ്. ഈ ഡ്രോ ടൂളിനകത്ത് ബാക്കിയുള്ളത് ഹാച്ച് കമാൻഡ് ആണ്. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് വേഗം നോക്കിയാൽ, ഹാച്ച് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഈ ഹാച്ച് കമാൻഡ് ഉണ്ടോ, നമ്മൾ ഓരോ സൈഡിലേക്ക് പോകുമ്പോൾ അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്, ഹൈലൈറ്റിങ്ങിനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് കുറെ പാറ്റേൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, നേരെ സോളിഡ്, ആംഗിൾ, ANSI 3.1, ANSI 3.2, ഇങ്ങനെ കുറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാറ്റേൺസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ ഒന്ന് രണ്ട് ഹാച്ചിങ് കൊടുത്തു നോക്കും. ഇപ്പോ ഡ്രോയിങ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ മെക്കാനിക്കൽ ഡ്രോയിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഈ മെറ്റീരിയലുള്ള സ്ഥലങ്ങളിലെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് കമാൻഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഹാച്ച് യൂസ് ചെയ്യുന്നത്. അതിനകത്തും സ്പെസിഫൈ ആയിട്ട് ഏത് പാറ്റേണോ ഹാച്ചിങ് ആണോ റിക്വയർമെന്റ് ഉള്ളത് അങ്ങനെയുള്ള ഹാച്ചിങ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഇതിനകത്ത് ഗ്രേഡിയന്റ് ഹാച്ചിങ് ആണ്. അത് ഒരു ഗ്രേഡിയന്റ് യൂസ് ചെയ്തിട്ടുള്ള ഹാച്ചിങ് നമ്മൾ യൂസ് ചെയ്യത്തില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. പിന്നെ ബൗണ്ടറി ഹാച്ചിങ്. ബൗണ്ടറി ഹാച്ചിങ് എന്താ വെച്ചാൽ നമ്മൾ ഹാച്ച് ചെയ്യുന്നത് ഇപ്പൊ എവിടെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ബൗണ്ടറി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇതിനകത്താണ് നമ്മൾ വേണ്ടത് ഇതിന്റെ ബൗണ്ടറി ഹൈലൈറ്റ് ചെയ്തു. ഈ രണ്ട് പെൻഡകൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നില്ല, അത്രയോ ജസ്റ്റ് ഒരു ഹൈലൈറ്റ് ചെയ്യാൻ മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ ഈ ഫസ്റ്റത്തെ വീഡിയോയില് നമ്മൾ പിന്നെ ബാക്കിയുള്ള ഒരു 3 ടൂൾസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഡ്രോ ടൂളിനകത്ത് ഇത്രയും എന്റെ കൂടെ സമയം ചെലവാക്കിയതിന് എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഇതിനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ അടുത്ത് വരുന്ന വീഡിയോയിൽ നമ്മൾ മോഡിഫൈ കമാൻഡിനെ കുറിച്ച് ബാക്കിയുള്ള ടൂൾസിനെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മെക്കാഡിയൻ. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി.